നിങ്ങളുടെ കൈവശമുള്ള ഇത്തരം ഫോട്ടോകൾ സ്കാൻ ചെയ്ത് ഗാലറിയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കുറച്ച് കാലം മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അന്നേ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെയുള്ള മറ്റേതെങ്കിലും കമ്പനിയുടെ കുറച്ചുകൂടി മികച്ച ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള പഴയ കാലത്തെ ഒരുപാട് ഫോട്ടോകൾ കൈവശമുണ്ടാകും. അപ്പോൾ അതൊക്കെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് വളരെ വൃത്തിയായി സ്കാൻ ചെയ്ത് നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പല ഓപ്ഷനും ഇപ്പോൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇത് പ്രീമിയം ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിലുള്ള പഴയ ഫോട്ടോകൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്കാൻ ചെയ്ത് ഗാലറിയിൽ സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന രണ്ട് ആപ്ലിക്കേഷനും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് ആദ്യം പറഞ്ഞു തരാം. നിങ്ങൾ ഈ വീഡിയോ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ് പേജ് ഓണായി കിട്ടുന്നതാണ്. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലിങ്ക് 1, ആപ്ലിക്കേഷൻ ലിങ്ക് 2 എന്ന് പറഞ്ഞ് രണ്ട് ലിങ്കുകൾ ഉണ്ടാവും. ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ IND ന്യൂസ് ഫോക്കസ് എന്ന് നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യണം. IND ന്യൂസ് ഫോക്കസ് ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. IND ന്യൂസ് ഫോക്കസ് എന്ന ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ സ്കാനറിൻ്റെ പോസ്റ്റർ ആദ്യം തന്നെയുണ്ട്. ഇനി നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ മറിച്ച് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോ സ്കാനറിൻ്റെ പോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ റീഡ് മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ പോസ്റ്റർ ഇനി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വലതുഭാഗത്ത് 3 ലൈൻസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഫോട്ടോ എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റർ ലഭിക്കുന്നതാണ്. ഇവിടെ റീഡ് മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാൻ കാണിച്ചതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ളവർക്കും ഡൗൺലോഡ് ചെയ്യേണ്ട പേജ് കാണിച്ചു തരും. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ രണ്ട് ലിങ്ക് ഉണ്ടാവും. രണ്ടിൽ നിന്നും രണ്ട് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ആദ്യത്തെ ആപ്ലിക്കേഷനാണ്. ആദ്യത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷനാണ് ലഭിക്കുക. ഇവിടെ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ Gmail ID ആയിട്ട് സൈൻ ഇൻ ചെയ്യണം. ഞാൻ ആ ഓപ്ഷനൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ സ്റ്റാർട്ട് സ്കാനിങ് ഡെമോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരുന്നതാണ്. ഈ ഡെമോ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് ഈ ക്യാമറ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് ക്യാപ്ചർ ആവും. എന്നിട്ട് ഇതുപോലെ ആ ഫോട്ടോ നമുക്ക് ലഭിക്കുമെന്ന് അത് എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനും ഇതിങ്ങനെ കാണിച്ചു തരും. ഇതൊക്കെ എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ട്യൂട്ടോറിയൽ കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനാണ്. പർച്ചേസ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ മുകളിൽ ആഡ്സ് ആർ ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓരോ സമയം തുറക്കുമ്പോൾ നിങ്ങൾക്കിത് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഹലോ കൊടുക്കുക, അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക. ഓക്കെ, ഇനി സ്റ്റാർട്ട് സ്കാനിങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാമറ പെർമിഷൻ ചോദിക്കും. എന്നിട്ട് ക്യാമറ പെർമിഷൻ കൊടുക്കുക. എന്നിട്ട് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യേണ്ടത് അത് ഇതുപോലെ മുന്നിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ സെൻറ്ററിൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം അത് സ്കാൻ ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് ഫോട്ടോ മാത്രം ഇവിടെ വന്നിട്ട്. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന ഫോട്ടോ ഒക്കെ ഇതിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഒരുമിച്ച് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട്. ഇത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഷെയർ ബട്ടണിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ ഫോട്ടോ വേണം അത് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം സേവ് സെലക്റ്റഡ് ഫോട്ടോ എന്നുള്ളത്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമെയിൽ ID ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് കൊടുക്കുക. ഇവിടെ സേവ് ഇൻ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആകുന്നതാണ്. ഇനി രണ്ടാമത്തെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് സ്കാനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ക്യാമറ പെർമിഷൻ ഒന്ന് കൊടുക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയത്. അത് ഇനി പർച്ചേസ് ചെയ്യാൻ പറയുമോ എന്നറിയില്ല. ഇപ്പം ഞാൻ കുറേ യൂസ് ചെയ്തിട്ടും അത് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല.
ഇനി ഭാവിയിൽ അത് പർച്ചേസ് ആവുമെന്ന് അറിയില്ല. ഇനി ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്യാമറയുടെ മുന്നിൽ ഏത് ഫോട്ടോ ആണോ സ്കാൻ ചെയ്യേണ്ടത് അത് വെച്ച് കൊടുക്കാം. ശേഷം ഇവിടെ പ്രസ് ചെയ്യേണ്ട ബട്ടൺ ഉണ്ടാവും, ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സർക്കിൾ വരും. എന്നിട്ട് 4 ഭാഗത്തും ഡോട്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 4 ഭാഗത്തേക്ക് ഇത് നീക്കി കൊടുക്കാം. ഓക്കെ, ആദ്യത്തെ ഡോട്ട്സിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ഏരിയയിൽ നീക്കി കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ഏരിയയിൽ നീക്കി കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാണ്. നിങ്ങൾ കണ്ടോ എൻ്റെ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് വരുന്നതല്ല. നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോട്ടോയിൽ ഫ്ലാഷ് ലൈറ്റ് ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അടക്കമാണ് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചത് കൊണ്ടാണ്. ഇത് തുണി പോലെയുള്ള റഫായ പ്രതലത്തിലാണ് വെക്കുകയെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ ഫോട്ടോ മാത്രം സെലക്ട് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് അടക്കമാണ് സെലക്ട് ആയിട്ടുള്ളതെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് കോർണർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കോർണർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് മാനുവലായിട്ട് നിങ്ങൾക്ക് കോർണർ സെലക്ട് ചെയ്യാൻ പറ്റും ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനിൽ. ഓക്കെ, മറ്റേതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ടില്ലെങ്കിലും മറ്റേതിലും അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടില്ലെങ്കിലും മാനുവലായിട്ട് ക്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത്രയും വിപുലമായതല്ല. ഇത് ജസ്റ്റ് ഇതുപോലെ കോർണർ കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോട്ടോ മാത്രം സ്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിൽ സേവ് ആകുന്നതാണ്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.